അധികാരമോഹത്തിനപ്പുറം തനിക്ക് തൻ്റെ കാലയളവിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ പൊസിഷനുകളിൽ വന്നിട്ട് കൃത്യമായി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നൽ മനുഷ്യനുണ്ടാകുന്ന സഹജമല്ലേ? ആ മനുഷ്യ സഹജമായിട്ടുള്ള ചിന്തയാണ് ശശി തരൂരിനെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമൊന്നുമല്ല. ആ ചിന്തയെ നന്നായി മുതലാക്കുന്നതിൽ ഇപ്പോൾ ഈ അപ്പുറത്ത് നിർത്തി ഇപ്പുറത്തേക്ക് പറയുന്നതിൽ, അപ്പുറത്ത് ആൾ നിൽക്കുമ്പോഴും ഇപ്പുറത്തേക്ക് വർത്തമാനം പറയിക്കുന്നതിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ജെ.പി. നദ്ദയും ഒക്കെ വിജയിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹം കൃത്യമായി ഇവിടെ നിൽക്കുകയും കോൺഗ്രസ് നിൽക്കുകയും അപ്പുറത്തുള്ളവർക്ക് വേണ്ടി BJP-ക്കാർക്ക് വേണ്ടി വർത്തമാനം പറയുകയും ചെയ്യുന്നു. ആ അങ്ങേരെ ഇങ്ങോട്ട് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു MLA ആയിട്ട് കൊണ്ടുവരാൻ കഴിയത്തില്ല. അവിടെയാണ് ഒരു പ്രതിസന്ധി, BJP-യുടെ ഒരു പ്രതിസന്ധി. അപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് അടുത്ത 26-ലെ തെരഞ്ഞെടുപ്പിന്, 2-3 മാസമേ ഉള്ളൂ, 26-ലെ തെരഞ്ഞെടുപ്പിന് ശശി തരൂരിനെ തിരുവനന്തപുരം മണ്ഡലത്തിലോ നിയമമണ്ഡലത്തിലോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് ശശി തരൂരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു വലിയ പാനൽ, ശശി തരൂർ മുഖ്യമന്ത്രിയും രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ കുമ്മനം തുടങ്ങി ശോഭാ സുരേന്ദ്രൻ, വലിയ വലിയ ടീമുകളുണ്ട്, PK കൃഷ്ണദാസ്, MT രമേശ്, അങ്ങനെ വലിയ ടീമുകളുണ്ട്. BJP-ക്ക് S സുരേഷ് ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ശ്രീലേഖ IPS വൈസ് പ്രസിഡന്റ് ആണ്. അവർ തിരുവനന്തപുരത്ത് തോറ്റോ എങ്ങാനും ചെയ്താലും ഇനി ജയിച്ചാലും മേയറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറൊക്കെ ആയാലും അവരെ കൊണ്ടുവരാമല്ലോ. അപ്പൊ അങ്ങനെ വലിയൊരു ടീമിനെ കൊണ്ടുവന്നുകൊണ്ട് ശശി തരൂരിനെ മുന്നിൽ നിർത്തി ശശി തരൂരിനെ കേരള മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്കാണ് നീങ്ങുന്നത്.